ായിട്ട് കൊണ്ട് തന്നേറതാണ് അച്ഛനച്ഛന്മാരായിട്ട്. അത് ഞങ്ങൾ കുറച്ചു കാലം ഞങ്ങൾ നിർത്തിവെച്ചു. പിന്നെ ഈ കുട്ടി ആയപ്പോൾ ഞങ്ങൾ അത് വീണ്ടും ഞങ്ങൾ കൊണ്ടു നടന്നു. ഇക്കൊല്ലത്തോടു കൂടെ അവന് 3 വർഷമായി അവനത് തുടങ്ങിയിട്ട്. 3 വർഷമായി. ആദ്യക്ക് പനവർക്കാർക്ക് കെട്ടി, പിന്നെ രണ്ടാമത് മുതലപ്പാർക്ക് കെട്ടി, മൂന്നാമത് ഇപ്പോൾ 3 വർഷമായി ഞങ്ങൾ തുടങ്ങിയിട്ട്. നമ്മളിപ്പോൾ വെള്ളാട്ട് എന്ന് പറഞ്ഞ അതാണ്. പൂതനാണ് ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് പൂതനാണ്. പക്ഷെ അത് ഇപ്പോൾ വെള്ളാട്ടാണ്. 2 സമുദായങ്ങൾ അതെ അതെ. മണ്ണാൻ സമുദായവും വാണം സമുദായവും പുരാതന കാലം മുതൽക്ക് അവർ തമ്മിൽ നടന്നു വന്നത് തമ്മിലൊരു പോരിൻ്റെ. അത് മുമ്പ് കളി ഞങ്ങൾക്കാണ്. പിന്നിലാണ് പിന്നിക്കളി. മുമ്പ് കളി അവർക്ക് പിന്നിക്കളി. എല്ലാണ്ട് വന്നു പോയി കഴിഞ്ഞാൽ തറ കയറുന്നു. എല്ലാ വീട്ടുകളും പണ്ടേക്കും പണ്ടുള്ള ആചാരങ്ങൾ അങ്ങനെയാണ്. ഫസ്റ്റ് അവന് നേർച്ചുണ്ടായിരുന്നു. 7 വയസ്സായ കെട്ടിക്കോളാണ്. കുട്ടിക്ക് ഇപ്പം എത്ര വയസ്സുണ്ട്? അവന് 12 വയസ്സായി. നമ്മൾ ചെനക്കത്തൂരൊക്കെ കാണാറുണ്ട് വെള്ളാട്ട്. വെള്ളാട്ട് കയറണം, എന്നിട്ടാണ് അവിടെ തുടങ്ങുന്നതാണ് ആദ്യത്തെ. പണ്ടത്തേക്ക് അങ്ങനെയാണ് പണ്ട് മുതലേ 2 സമുദായങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം തമ്മിൽ തല്ലുണ്ടായി. ആ സമയത്ത് ഒരു പൂതനെ എടുത്തിട്ട് അവർ പോയി എന്നാണ് ഇവരുടെ ഐതിഹ്യം. എൻ്റെ അച്ഛനച്ഛന്മാരായിട്ട് പറഞ്ഞു കേട്ട വിവരമാണ് എനിക്കുള്ളൂ. അപ്പോൾ അതിൽ നിന്നും ഇവരാണ് ഇത് ആദ്യം പോയി തിരയണത്. ഇത് എവിടെ കൊണ്ടുവച്ചത് തിരയാനാണ് ഇവർ ആദ്യം എല്ലാ വീട്ടിലും ഓടി തിരയും. അതിൻ്റെ പിന്നാലെയാണ് തറിയും പൂതനും വന്ന് കളിക്കൽ പതിവുള്ളൂ. അത് പുരാതനമായിട്ടുണ്ടായിരുന്നു. കുറേ കാലമായിട്ട് പല സമുദായക്കാരും നിലയ്ക്ക് പോയപ്പോൾ ഒക്കെ നിർത്തിവെച്ചു. പല അമ്പലങ്ങളും ഇപ്പോഴും അത് തുടർച്ചയായിട്ട് നടന്നു വരുന്നുണ്ട്. ഇവരിപ്പോൾ ഒരു 4 കൊല്ലമായിട്ട് ഇവർ തുടങ്ങി വെച്ചിറക്കുകയാണ്. പനവർക്കാവിൽ 2 കൂട്ടരുണ്ട്. 2 കുടുംബക്കാരും ഇതിപ്പോൾ കെട്ടിയാടുന്നുണ്ട്. മുതൽപ്പാർക്കാവിലേക്ക് ഇപ്പോൾ ഈ ഒരു കൂട്ടറിനെ കെട്ടിയാടുന്നുണ്ട്. ഇത് പുരാതനമായിട്ടാണ്. പണ്ട് കാളവേലി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന അമ്പലമാണിത്. അപ്പം അതൊന്നും ഇല്ലാതെ ഇപ്പോൾ കാളവേല ആണ്ടിൻ്റെ കൂടെ 1-2 ഉള്ളൂ. അങ്ങനെയൊന്നല്ല, പണ്ട് കാലത്തൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നതാണ്. എന്തായാലും ഭഗവതിക്കുള്ള ഒരു സമർപ്പണമായിട്ട് ചെയ്യണം. ആ സമുദായത്തിൻ്റെ ഒരു സമർപ്പണമാണ്. തീർച്ചയായിട്ടും ചെയ്യിപ്പിച്ചതാണ്. നോക്കുമ്പോഴേക്കും ആളെന്നെ പറഞ്ഞു, ഇനി അച്ഛമ്മ ഞാൻ സ്ഥിരം ഞാൻ കെട്ടിക്കോളാൻ പറഞ്ഞു. പിന്നെ തുടർച്ചയായിട്ട് എല്ലാ വർഷവും 3 വർഷം കഴിഞ്ഞു. തീർച്ചയായിരുന്നു 1 വർഷത്തിന്. പിന്നെ ആളെന്നെ പറഞ്ഞു, ഇനി എല്ലാ വർഷവും എന്നെ കൊണ്ടാകണം ഞാൻ ചെയ്യാം. എന്തായാലും ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ. അതെ എനിക്ക് വേണ്ടു. മൂപ്പർക്ക് ക്ഷീണമാണ്. ഇന്നലെ കൊടുങ്ങല്ലൂർ പോയി വന്നത് അതാണ്. തന്നെ ഇപ്പൊ വന്നൊരു ചക്കലും പെണ്ണിന് കൂട്ടിക്കൊണ്ടെന്തില്ല പോളന്തില്ല.
പോലെ